ശ്രീ എ കെ നടരാജ്, നേരത്തെ ഞാൻ ഈ രണ്ടു കാര്യങ്ങളും ചോദിച്ചപ്പോൾ അങ്ങ് ചാൻസലർ എന്ന പദവിയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് ചെയ്തത്. പൊതുഭരണവുമായി ബന്ധപ്പെട്ട് DGP അടക്കം വിളിച്ചു വരുത്തുന്ന ഗവർണറുടെ നടപടികളെ കുറിച്ച് അങ്ങേക്ക് എന്താണ് അഭിപ്രായം? അതിന് അദ്ദേഹത്തിന് അധികാരമുണ്ട് എന്ന് അദ്ദേഹം കരുതുന്നത് എങ്ങനെയാണ്? നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ പരിധിയിൽ നിൽക്കുന്ന ഒരു കാര്യമില്ല. ഇത് ആരാണ് വിളിക്കുന്നത്? DGP. ആരാണ് DGP? ഏറ്റവും ഉയർന്ന, ഏറ്റവും എന്താ പറയുക, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വിലയിരുത്തിയിട്ട് ഇദ്ദേഹത്തെ DGP ആയിട്ട് ലോ ആൻഡ് ഓർഡറിൻ്റെ വെക്കാം, അല്ലെങ്കിൽ കേരള പോലീസിൻ്റെ തലപ്പത്ത് വെക്കാം എന്ന് പറയുന്ന ഏറ്റവും മുതിർന്ന IPS ഓഫീസറാണ്. അല്ലെങ്കിൽ നമ്മുടെ ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഏറ്റവും മുതിർന്ന അല്ലെങ്കിൽ ഏറ്റവും നല്ലത് എന്ന് സംസ്ഥാന സർക്കാർ കരുതുന്ന സീനിയർ IAS ഉദ്യോഗസ്ഥനാണ്. ഈ രണ്ടാൾക്കാരെയാണ് വിളിപ്പിച്ചത്, അല്ലെങ്കിൽ അവരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവർ നമ്മുടെ ഈ പറയുന്ന എന്താണ് സർക്കാർ സംവിധാനം എന്നൊക്കെ അവരുടെ ഈ IAS അല്ലെങ്കിൽ IPS സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ പഠിച്ചിട്ട് ഇതിൻ്റെ ഹയറാർക്കി ഫിക്സ് ചെയ്യുന്നത് അവരാണ്. അപ്പോൾ അവരുടെ താഴെയാണ് ഗവർണർ. അങ്ങനെയാണെങ്കിൽ ഗവർണർ വിളിക്കുമ്പോൾ ഉടനെ അവർ പറയണം, പിന്നെ സാറൊന്നും വിളിക്കേണ്ട കാര്യമില്ല, പേര് വിളിച്ചിട്ട് ഇങ്ങോട്ട് വരണം എന്ന് പറയണം. അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ. ഇപ്പോൾ ഏത് സർക്കാരായാലും സംഭവിക്കുന്നില്ലല്ലോ. പിന്നെ സംഭവിക്കുന്ന എന്താണ്? നമ്മുടെ ഈ സർക്കാരുകൾ തമ്മിലുള്ള പ്രശ്നം, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയാണ് ഗവർണർ എന്ന് കാണുകയും ഗവർണറിൽ രാഷ്ട്രീയം കാണുകയും, അത് കാണുന്നത് തെറ്റൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെ കാണുകയും ചെയ്യുമ്പോൾ സംസ്ഥാന സർക്കാർ അതിൽ ഇടപെടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാനത്തിന്റെ പോലീസ് ഹെഡിനെ വിളിച്ചു വരുത്തി ഇന്ന വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്ന് നിർദ്ദേശിക്കാൻ കഴിയുന്ന എന്ത് അധികാരമാണ് ഗവർണറിൽ നിക്ഷിപ്തമായിരിക്കുന്നത് എന്നതാണ് എന്റെ ചോദ്യം. ആര് പറഞ്ഞു? മാധുവിനോട് ഞാൻ ചോദിക്കട്ടെ, മാധുവിനോട് ആര് പറഞ്ഞു? ചാൻസലർ പറഞ്ഞു ഇന്ന വകുപ്പ് പറയണം. മാധുവിനോട് ചാൻസലർ പറഞ്ഞോ? ചാൻസലർ ഗവർണർ. അല്ല പറഞ്ഞോ? ഇത് മറുപടി പറഞ്ഞോ? ചാൻസലർ പറഞ്ഞോ? ഗവർണർ ആവട്ടെ, പറഞ്ഞോ? ആയിക്കോട്ടെ, ഗവർണറോ ചാൻസലറോ രണ്ടും കൂടിയോ അല്ലെങ്കിൽ ഗവർണർ മാത്രമോ ഞാൻ അംഗീകരിച്ചു. ഗവർണർ പറഞ്ഞോ നിങ്ങളോട് ആരോടെങ്കിലും ഈ രീതിയിൽ എന്നോട് ഞാൻ DGPയോട് പറഞ്ഞോ? സർ, DGP വിളിച്ചു വരുത്തി. ഇത് നമ്മുടെ സ്പെക്കുലേഷൻ അല്ലേ? ഞാൻ മീഡിയയുടെ സ്പെക്കുലേഷൻ ഞാൻ എന്തിനാണ് വിളിച്ചു വരുത്തുന്നത്? അതിനെന്താ അത് പറഞ്ഞുതരാം. എന്താ കാര്യം? അത് വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ഞാൻ ആ വിഷയത്തിലേക്ക് വന്നില്ല. അതായത് നമ്മുടെ സംസ്കൃത സർവകലാശാലയിൽ എന്താണ് പ്രശ്നം? 2019 സർട്ടിഫിക്കറ്റ്സ് കൊടുത്തിട്ടില്ല. എപ്പോഴാണ് ഈ വിഷയം ഉയർന്നു വരുന്നത്? 2026. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സമരത്തിന് മുൻപേ ഇത് ഉയർത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സിൻഡിക്കേറ്റ് മെമ്പർമാരുടെ ഇടയിൽ. അപ്പോൾ അവരതെങ്ങനെ പരിഹരിക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ വിഷയത്തെക്കുറിച്ച്. പക്ഷെ അത് സമരത്തിലേക്ക് പോയതും തെറ്റില്ല. പക്ഷേ സമരത്തിന്റെ ആവശ്യം എന്താണ്? 1 മാസത്തിനകം തീരുമാനം ഉണ്ടാക്കണം. 2019 ആരാണ് അവിടുത്തെ വൈസ് ചാൻസലർ എന്നൊക്കെ ആലോചിക്കണം. എന്താ അവിടുത്തെ പ്രശ്നം? അവിടെയുള്ള മാർക്ക് ലിസ്റ്റിൽ അവിടുത്തെ ടാബുലേഷൻ രജിസ്റ്ററിൽ യഥാവിധി ഉദ്യോഗസ്ഥർ ഒപ്പുവെച്ചിട്ടില്ല എന്നതുകൊണ്ട് അവിടുത്തെ സർട്ടിഫിക്കറ്റ് വിതരണത്തിന് ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അത് റിസ്ക് എടുക്കാൻ പറ്റില്ല എന്ന നിലപാടിലേക്ക് അവർ നീങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരും സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂ ചെയ്യേണ്ടെന്നല്ല പറയുന്നത്. അത് യൂണിവേഴ്സിറ്റിയുടെ പരിധിക്കകത്തുകൊണ്ട് എന്ത് ചെയ്യാം എന്നുള്ളത് ആലോചിക്കണം. എന്നിട്ട് സംഭവിച്ചെന്താണ്? കഴിഞ്ഞ ദിവസം പറയുന്ന നമ്മുടെ ഈ സമരത്തിന്റെ അന്ന് എന്താ സംഭവിച്ചത്? അന്ന് സിൻഡിക്കേറ്റ് മീറ്റിംഗ് നടക്കുകയാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സിൻഡിക്കേറ്റ് അന്ന് അബ്രപ്റ്റായിട്ട് അവസാനിപ്പിക്കേണ്ടി വന്നു. ആ സിൻഡിക്കേറ്റിൽ ഈ വിഷയം ആലോചിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. അതിൻ്റെ അജണ്ടയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ സിൻഡിക്കേറ്റ് യോഗം പോലും നടത്താൻ സാധിച്ചില്ല. എന്ന് മാത്രമല്ല, ഇപ്പം ഇവിടെ ഇത് പറഞ്ഞു നമ്മുടെ വൈസ് ചാൻസലറുടെ ഇത് എന്താണ്, ശവസംസ്കാരം നടത്തിയോ അല്ലെങ്കിൽ എന്താണ് ശവപേടകം അത് വെച്ചോ എന്നുള്ളതിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഒരു വനിതാ വൈസ് ചാൻസലർ അവർ ആരാണ്? അവർ ശരിക്ക് സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലർ അല്ല, അവിടുത്തെ ചാർജുള്ള KTUയുടെ സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ്. ഇതേ വൈസ് ചാൻസലർക്കാണ് നേരത്തെ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെയും താൽക്കാലിക പദവി കൊടുത്തതെന്ന് ആലോചിക്കണം. എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള ആഭിമുഖ്യം എന്തെങ്കിലും ചാൻസലറുടെ ഓഫീസോ അല്ലെങ്കിൽ അത്ര ആൾക്കാരുമായിട്ടോ ഈ മാഡം സിസ തോമസിനുണ്ടെന്ന് ഞാൻ കരുതുന്നുമില്ല. അവർ വൈസ് ചാൻസലർ ആയിരുന്നിടത്തെല്ലാം എങ്ങനെയാണ് അവർ പ്രവർത്തിച്ചത്? നമ്മുടെ യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ആക്ടും സ്റ്റാറ്റ്യൂട്ടും അനുസരിച്ചാണ്. അപ്പോൾ ആക്ടും സ്റ്റാറ്റ്യൂട്ടിനും എതിരെ നിന്നുണ്ടായിട്ടുള്ള പ്രവർത്തനങ്ങളെ അവർ ചോദ്യം ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ സർവകലാശാലയെ നല്ല രീതിയിൽ മുന്നോട്ട് നടത്തുക എന്നുള്ളത് നിഷ്പക്ഷമായിട്ട് ഈ മാഡം സിസ തോമസിന്റെ പ്രവർത്തനത്തെ നിരീക്ഷിക്കുന്ന ഒരാൾക്ക് കാണാൻ പറ്റുള്ളൂ. എന്നിട്ട് അവർ പറയുന്നു, എൻ്റെ മുടിക്ക് പിടിച്ചു വലിച്ചു, എൻ്റെ ശരീരത്തിൽ മാന്തി, എന്നെ മർദ്ദിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ അവർ പറയുന്നു. അവർ തന്നെ പറയുന്നു എന്ന് മാത്രമല്ല, ഞാൻ കേരളത്തിലെ വൈസ് ചാൻസലർമാർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ നടന്നു. ഒന്നാമത് ഈ പറയുന്ന ശവമഞ്ചം എന്ന കാര്യം അത് അങ്ങനെയല്ല, അത് ലൈറ്റുകൾ തന്നെയാണ്, വളരെ വ്യക്തമായ ദൃശ്യങ്ങളുള്ളതാണ്. ഒന്ന്. രണ്ടാമത്തേത്, ഈ പറയുന്ന സിസ തോമസ് ശാരീരിക അതിക്രമത്തിന് വിധേയമായതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തെളിവുകളോ ദൃശ്യങ്ങളോ പുറത്തു വന്നിട്ടുണ്ടോ എന്ന് SFI ചോദിക്കുന്നു. സാർ, എന്ന് സിസ തോമസ് പറയുന്നു. അതിന് ദൃശ്യങ്ങൾ വേണമെന്ന് SFI പറഞ്ഞാൽ എങ്ങനെയാ? ഒരു പ്രശ്നം ഉണ്ടാകുന്നു, അതിലെ പ്രതിസ്ഥാനത്തുള്ള ആൾ ചോദിക്കുന്ന ദൃശ്യങ്ങൾ എവിടെ?
എല്ലാം ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. സർ, അതായത് ആദ്യത്തെ എഫ്ഐആറിൽ അങ്ങനെ ആദ്യത്തെ എഫ്ഐആറിൽ ശാരീരിക അതിക്രമം എന്നൊരു കാര്യമില്ല. ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ പോലീസ് അവിടെ ഈ പറയുന്ന ഒരു മിനിറ്റ്, അതിനുശേഷം ഉണ്ടാകുന്ന എഫ്ഐആറിലാണ് ഈ പറയുന്ന പരാതി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഞാൻ പറയാം. ഞാൻ നേരത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഞാൻ ആ കാര്യം പറഞ്ഞത്. എന്നിട്ട് ഈ വിഷയത്തിൽ ഗൗരവമായ ഇടപെടൽ നമ്മൾ ഈ പറയുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സംസ്ഥാന കേരള പോലീസിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായില്ല. ആ അവസരത്തിൽ കഴിഞ്ഞ ദിവസം അറ്റ് ഹോം പരിപാടി, അതായത് ഓഗസ്റ്റ് 15-ന് അതിദീർഘമാണ്. നമുക്ക് സർവകലാശാല ചട്ടം മുഴുവൻ വിശദീകരിച്ചൊരു ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയില്ല. അല്ല, എനിക്കിത് പറയണം. അല്ലല്ല, അങ്ങനെയല്ല. ചട്ടം ഞാൻ പറയുന്നില്ല. അവിടെ വെച്ച് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ വെച്ച് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറും ബഹുമാനപ്പെട്ട ചാൻസലറും സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ആവശ്യം ചാൻസലർ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുക. അങ്ങനെ DGP നേരിട്ട് വിളിച്ച മുന്നോട്ട് വെക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ചാൻസലർക്ക് അതുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹം കത്തയക്കണം. അദ്ദേഹം സർക്കാരിന് കത്തയക്കണം എന്നതാണ് ചെയ്യേണ്ടത്. അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തയക്കണം. അടച്ചിട്ട അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഡയറക്റ്റ് ചെയ്യാൻ കഴിയുന്ന അധികാരമുണ്ടോ? പോലീസിനെ വിളിച്ച് ഡയറക്റ്റ് ചെയ്യണമെന്ന് പറയുന്ന അധികാരമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എനിക്ക് എന്താ വെച്ചാൽ മാധുവിന് ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ കൗണ്ടർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇതിൽ വസ്തുത ഉണ്ടെന്ന് അറിയുന്നത് കൊണ്ടോ തുടർച്ചയായിട്ട് എന്നെ തടസ്സപ്പെടുത്തുക. എനിക്ക് തമ്മിൽ ആശയവിനിമയം നടത്തിയ പേരിലാണ് ആ നടപടി എന്ന് അങ്ങ് എന്നോട് ആദ്യം ചോദിച്ചു, മാധുവിനോട് പറഞ്ഞു എന്ന്. എന്നിട്ട് രണ്ടാമത് അങ്ങ് പറയുന്നു അങ്ങനെ നടപടി ഉണ്ടായത് ആശയവിനിമയത്തിന്റെ പശ്ചാത്തലത്തിലാണെന്ന്. അപ്പൊ പിന്നെ കൗണ്ടറും റദ്ദുമൊക്കെ അങ്ങ് തന്നെ ചെയ്തിരിക്കുന്നു. ശ്രീ എ കെ രാജ് അങ്ങ് തന്നെ ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പോലും അതിനുള്ള അധികാരം ഗവർണറിൽ നിക്ഷിപ്തമായി എന്നതായിരുന്നു എന്റെ ചോദ്യം. ഒന്നും ഞാൻ ചെയ്യില്ല. എനിക്ക് അങ്ങനെ കോൺട്രഡിക്ടറി വ്യൂസിൽ എനിക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. അങ്ങ് പറയുന്നതൊക്കെ എനിക്ക് ക്ലാരിറ്റി ഉണ്ട്. മറ്റുള്ളവർ പറയുന്നത് മറ്റുള്ളവർക്കാർക്കും മറുപടിയില്ല, മറ്റുള്ളവർക്കാർക്കും പോയില്ല. അങ്ങ് മാത്രം. മാധുവിന്റെ ചോദ്യങ്ങൾ എത്ര ദൈർഘ്യമുണ്ട്? മാധു ചോദിക്കുന്നത്, മാധുവിന്റെ ഒറ്റ ചോദ്യത്തിൽ 5 പോയിന്റ് ഉണ്ട്. ഇതിൽ 2 പറയുമ്പോഴത്തേക്ക് ഞാൻ കഴിഞ്ഞ തവണ 2 കാര്യം ചോദിച്ചു. അങ്ങ് ചാൻസലർ എന്ന പദവി മാത്രം എടുത്തു. അതുകൊണ്ട് ഞാൻ ഇത്തവണ വന്ന പദവി എന്താ പറയുമോ, പൊതുഭരണവുമായി ബന്ധപ്പെട്ട് ഇടപെടാമോ എന്നൊരൊറ്റ കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ. 5 ഒന്നുമില്ല. 5 ഒന്നുമില്ല. പൊതുഭരണവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രം. അങ്ങ് ദീർഘമായി പത്രപാരായണം നടത്തിയത് കൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. ഒക്കെ ശരി, ഞാൻ അതെല്ലാം എന്റെ മാധു ശരി ഒക്കെ സംഭവിച്ചു. ഇനി ഉത്തരം പറയണ്ടോ? പറയൂ. ഞാൻ എന്ത് ചോദ്യത്തിനാണ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വൈസ് ചാൻസലറും ചാൻസലറും തമ്മിൽ ആശയവിനിമയം നടത്തിയിട്ടാണ് ഈ നിലപാടെടുത്തത് എന്ന് എനിക്ക് അപ്പോഴും അതിൽ പറയാനുള്ളത്. സാർ, അങ്ങനെ ആശയവിനിമയം നടത്തിയാലും പോലീസിനെ ഡയറക്റ്റ് ചെയ്യാനുള്ള അധികാരം ഗവർണർക്കില്ല എന്നത്. അതിലെന്താ തെറ്റ്? അങ്ങനെ ചെയ്യാൻ കഴിയില്ല സാർ, അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അല്ലല്ല, പോലീസിന്റെ നടപടിയിൽ ഗവർണർക്ക് എതിർപ്പുണ്ടെങ്കിൽ ആഭ്യന്തരമന്ത്രിയുമായി ബന്ധപ്പെടണം. അദ്ദേഹത്തിന് ആശയവിനിമയം നടത്താം. DGP നേരിട്ട് വിളിക്കാൻ കഴിയില്ല. എനിക്ക് അല്ലല്ല, പറ്റില്ല. ആരും പറയണ്ട, പറ്റില്ല. ഇത് മാധുവാണ് തീരുമാനിക്കുന്നത്. ഡിബേറ്റ് വിത്ത് മാധു സജി.